സോ ഇന്നും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ തന്നെയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നു രാവിലെ എനിക്ക് എല്ലാവരുടെ സൗണ്ട് ഇങ്ങനെ മാറുന്നേ, ഒരു വൃത്തിയായിട്ട സൗണ്ടല്ലേ. സോ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എന്ത് കഥ പറയുന്നു, പക്ഷേ എനിക്കൊന്നും കിട്ടുന്നില്ല. ഇന്നലെ മൈസൂർ പോകുന്നത് ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് കിടന്നത്. പിന്നെ ചിന്തിച്ചു എന്താ പറയുക, ഒന്നും എനിക്ക് മനസ്സിൽ വരുന്നില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ലൈക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ 10th പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സംഭവം ഉണ്ടായി. അത് ഭയങ്കര എന്താ പറയുക, അന്ന് ഞാൻ വിചാരിച്ചു ശരിക്കും ചത്തുന്ന്, ശരിക്കും വിചാരിച്ചു എൻ്റെ കണ്ണിൽ കൂടെ ഒക്കെ ഇരുട്ടിറങ്ങി തുടങ്ങി. ആ നിമിഷമാണ് എന്താ വെച്ചാൽ ഞാൻ 10th ഫൈനൽ എക്സാം, അതായത് SSLC ചെയ്യുന്ന സമയത്ത് ഫൈനൽ എക്സാം ആയിരുന്നു, മലയാളമൊക്കെ എഴുതി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ പ്ലാൻ ചെയ്തായിരുന്നു. എന്താ പ്ലാൻ ചെയ്തത് വെച്ചാൽ ഫൈനൽ എക്സാം ആയിരുന്നല്ലോ, അപ്പോൾ നമുക്കിനി കാണാൻ പറ്റുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ഈ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ തമ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ സിഗ്നേച്ചർ ഓട്ടോഗ്രാഫ് സംതിങ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതിനുവേണ്ടി ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ടോയ്ലറ്റിന് അവിടെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഞാൻ നിന്നു. അപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയ സമയത്ത് എന്താ ഞാൻ കണ്ടതറിയോ, ഒരു ചത്തെടുക്കുന്ന താഴെ ചത്തെടുക്കുന്ന ഒരു തേനീച്ച കടന്തലെന്തോ കടന്തലെന്തോ കണ്ടു. അപ്പോൾ ഞാൻ ചത്തെടുക്കല്ലേ, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വാഷ്റൂമിൽ കയറി കുറ്റിയിട്ടിട്ട് എന്ത് ചെയ്തു, അപ്പോൾ എന്തെങ്കിലും സമയത്ത് എന്താ പറയുക, ഒരു തേനീച്ച കൂടി ഞാൻ കണ്ടു. അപ്പോൾ അത് തേനീച്ച കടന്തലിൻ്റെ കൂടും കണ്ടു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ പതുക്കെ പോയിട്ട് കതക് തുറന്നു. ഞാൻ മിണ്ടാതെ പോകുന്ന സമയത്ത് ഇതെല്ലാം കൂടെ എൻ്റെ അടുത്ത് പറന്ന് വന്നിട്ട് എന്നെ കുത്തിയിട്ട് ഞങ്ങളുടെ പാൻറ്റ് ഇങ്ങനെ പൊന്തിച്ചപ്പം അപ്പോൾ ഞാൻ കണ്ടേ. അപ്പോൾ ഒന്ന് വന്ന് എന്നോട് കുത്തി. അപ്പോൾ കുത്തി കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ ഞാൻ എന്ത് ചെയ്തു, ഒരെണ്ണം കുത്തിയില്ലെന്ന് വെച്ചിട്ട് മിണ്ടാതെ പോകുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ ഇളകി വന്നു. എന്നിട്ട് ഞാൻ ഓടി, എന്നിട്ട് ഞാൻ അലറി വിളിച്ചെന്നിട്ട് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് ഓടി വന്നത് എന്താ സംഭവം അറിയില്ലല്ലോ. കാരണം എൻ്റെ കോട്ട് ഫുള്ളും കവർ ചെയ്തിരിക്കുക ഈ സംഭവം. ഇവിടെ എന്താ ഇപ്പോൾ ഗൈസ്, ഓ മൈ ഗോഡ്. അത് പിന്നെ വായിക്കാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ കോട്ട് ഫുള്ളും അത് മൂടിയിരിക്കുക, ആർക്കും എടുത്തരാൻ പറ്റില്ല. എന്നിട്ട് എങ്ങനെയൊക്കെ ഞാൻ തന്നെ കൈ കൊണ്ട്, പേടി വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് എവിടെ ധൈര്യം വരുന്നത് നമുക്ക് അറിയണ്ടാവില്ല. ഞാൻ തന്നെ ആരും ഉണ്ടാവില്ല മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ കൈ കൊണ്ട് തന്നെ തട്ടിയിട്ട് കളഞ്ഞു. അപ്പം എന്ത് ചെയ്തു, ഇത് ഒരെണ്ണം എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ കയറി, ഡ്രസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതാണെങ്കിൽ പോകുന്നില്ല, ഇത് കുത്തിക്കൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ അലറി നിലവിളിച്ചിരിക്കുക. അപ്പം എൻ്റെ കസിൻ ഉണ്ട്, എൻ്റെ കസിൻ ഞാൻ ഒരേ സ്കൂളിലായിരുന്നു ആ ടൈം പഠിച്ചത്, 10th സമയത്ത് കേട്ടോ. അപ്പോൾ 10th സമയത്ത് അവളാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു ലാസ്റ്റ് ഡേയിൽ. അത് ഞാൻ കാരണം കൊളാക്കി. അത് കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്തു, കുത്തിയിട്ട് എനിക്കൊരു രക്ഷയിലായി, ഭയങ്കര വേദന. ഞാൻ അപ്പോൾ ഒരു ടീച്ചർ ഇൻവിജിലേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ ഞാനിത് ഇൻവിജിലേറ്റർ വന്നുകൊണ്ട് ഇങ്ങനെ എന്നോട് റൂമിൽ കയറിയിട്ട് കുടയാൻ പറഞ്ഞു. എന്നിട്ട് കുടഞ്ഞപ്പം ഇത് പറന്നുപോയി. കാരണം അതൊരു ഞെരടി എനിക്കിപ്പോൾ എനിക്കിപ്പോഴും പാടുണ്ടായിരുന്നു. കുറേ 13 എന്നെ കുത്തിയിട്ടുണ്ട്. ഈ സെയിം തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് സെയിം കുത്തി കഞ്ചാവില്ലേ, അപ്പം വേറെ എന്തെങ്കിലും. അപ്പം ഇത് കുത്തി കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നു കേസ് ഞാൻ വേദന കൊണ്ട് പൊളയുക. അപ്പം ഈ ഇൻവിജിലേറ്റർ പറയാ